റൂറൽ ലൈവ്ലിഹുഡ്സ്. ജനങ്ങൾ ജീവിതമാർഗമായി വിവിധ തൊഴിലുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഈ തൊഴിലുകൾക്കെല്ലാം തന്നെ തുല്യമായ അവസരങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കാറില്ല. ഗ്രാമങ്ങളിലെ ജീവിതം കൂടുതലും കൃഷിയെ ആശ്രയിച്ചിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വിളവെടുപ്പ് സമയത്താണ് തൊഴിലവസരങ്ങൾ കൂടുതലും ഉണ്ടാവാറുള്ളത്. ദിവസവേതനത്തിനാണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത്. സ്ത്രീകൾ വീടിനുള്ളിലെ ജോലികളും പുറത്തുള്ള ജോലികളും ചെയ്യാറുണ്ട്. ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. ഇന്ത്യയിലെ 2/3 കർഷക തൊഴിലാളികൾക്കും സ്വന്തമായി കൃഷിയിടം ഇല്ലാത്തവരാണ്. കൂടാതെ കടബാധ്യതയാൽ വലയുന്നവരുമാണ് കൂടുതലും കർഷക തൊഴിലാളികൾ. ഇന്ത്യയിലെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ജീവിത നിലവാരം നോക്കിയാൽ 20% പേർ മാത്രമാണ് നല്ല ജീവിതം നയിക്കുന്നത്. പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത വ്യാപാരങ്ങൾ തുടങ്ങിയവയൊക്കെ കർഷകരെ ദുരിതത്തിലാക്കുന്ന പ്രവർത്തികളാണ്. ഗ്രാമങ്ങളിൽ കർഷകർ കൂടാതെയുള്ള മറ്റൊരു ജനവിഭാഗമാണ് കടലോര മേഖലകളിൽ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ ബുദ്ധിമുട്ടുന്ന മറ്റൊരു വിഭാഗമാണിവർ. മത്സ്യബന്ധനവുമാണ് ഇവരുടെ പ്രധാന തൊഴിൽ. എന്നാൽ ജീവനും ജീവിതത്തിനും യാതൊരു ഉറപ്പുമില്ലാത്ത വിഭാഗമാണിവർ. മൺസൂൺ കാലയളവിൽ ഇവരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി തീരുന്നു. ഈ ഒരു കാലയളവിലെ മത്സ്യബന്ധനം സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ളതാണ്. ഒരു മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ്. ഫാമിങ്, നോൺ ഫാമിങ് ആക്ടിവിറ്റീസ് റൂറൽ പീപ്പിൾസ്, അതായത് ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർ ചെയ്യാറുണ്ട്. പാത്രനിർമ്മാണം, സഞ്ചി നിർമ്മാണം തുടങ്ങിയവ അത്തരത്തിലുള്ള മറ്റ് തൊഴിൽ മേഖലകളാണ്. അതേപോലെ റൂറൽ ഏരിയയിലെ ജനങ്ങൾ വനങ്ങളെയും ആശ്രയിക്കാറുണ്ട്. കൂടാതെ മൃഗങ്ങളെ വളർത്തുക, പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയവയും ഗ്രാമീണ മേഖലകളിലെ ജനങ്ങളുടെ ജീവിത ഉപാധികളാണ്. ഏത് മേഖലയിലെ ജീവിതമാണെങ്കിലും ഗ്രാമങ്ങളിലെ അഥവാ ജനങ്ങളുടെ അതിജീവനത്തിന്റെ യുദ്ധം തുടർച്ചയായി നടന്നുകൊണ്ട് ഇരിക്കുകയാണ്.